കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ രാജാവ് പറയുകയാണ്, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന്. നാം ഓരോ ദിവസവും നാം നോക്കുമ്പോൾ നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിലും ആ ഒരു രാവിലെ പ്രഭാതത്തിൽ നാം വിട്ട് എണീക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ വീട് പരിസരം ആകെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തെ നാം കാണാറുണ്ട്. പ്രിയ ദൈവമക്കളെ, രാത്രി ഉറങ്ങുന്നത് വരെയിലും നമുക്ക് ആ പകലുള്ള കാര്യങ്ങളും വീട്ടിലെ ചില കാര്യങ്ങളും ഒക്കെ കൂടെ നാം തിരക്കേറിയതായിരിക്കും. പക്ഷേ നമ്മുടെ എല്ലാ സമയത്തിനേക്കാളും അധികം ദൈവസന്നിധിയിൽ കാത്തിരിപ്പാൻ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു സമയമെന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പോഴാണ്. അപ്പോൾ ഒരു തിരക്കേറിയ ഒരു ജീവിതക്കാരനാണ് ഒരു ദാവീദ് രാജാവ്. എങ്കിലും തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താനെ ഒരുങ്ങി ആ കാത്തിരിപ്പാൻ, യഹോവയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഒരിക്കലും ദാവീദ് രാജാവ് മറന്നു കളഞ്ഞിട്ടില്ല. പ്രിയ ദൈവമക്കളെ, നാം എന്തെങ്കിലും 2-3 വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നതല്ല ഒരു പ്രാർത്ഥന. കർത്താവ് നമ്മെക്കൊണ്ട് ഇന്ന് ഈ പകൽക്കാലം എന്ത് ചെയ്യുവാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ആലോചന നാം മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കുവാൻ നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഓരോ ദിവസവും രാവിലെ കർത്താവിനോട് ആലോചന കേട്ട് ഒരുങ്ങി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകളും വേദനകളും ശോധനകളും വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനുള്ള ഒരു വഴി കർത്താവ് പറഞ്ഞു കൊടുക്കും. പ്രിയ ദൈവ പൈതലെ ആയതുകൊണ്ട് ഈ ദിവസം തൊട്ട് നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ തിരക്കുകളെ മാറ്റിവെച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ കുറേ നേരം കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഓരോ ദിവസം തിരക്കേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ചില സമയങ്ങൾ കർത്താവ് വേർതിരിച്ച് അങ്ങയുടെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം ഓടുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.